ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞാനും ഭാബിയും ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും കൂടി പഴയ ദുബായ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ദുബായിൽ താമസിക്കുന്നവർക്ക് അറിയും എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സ്ഥലം എന്നുള്ളത്. പക്ഷെ നല്ല ക്ലൈമറ്റിൽ പോകണം, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. നമ്മൾ പോയപ്പോൾ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഈവനിങ് ആയപ്പം ആ ലൈറ്റ്സൊക്കെ വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും വരുന്നത് ടൂറിസ്റ്റ്സാണ്. കാരണം കാണാത്തൊരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പിന്നെ സീഫ് എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ മറ്റേ ക്രൂസ് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1000 ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് 100-150 ദിർഹത്തിന് വലിയ ഡബിൾ ഡെക്കർ പോലത്തെ ഷിപ്പ് ടൈപ്പാണ്. പാട്ടും ഫുഡും പിന്നെ അവരുടെ അറബിക് ട്രഡീഷണൽ ഡാൻസൊക്കെ ആയിട്ടുള്ളത്. ഇതാണ് ദോ ക്രൂയിസ്. ഇവിടെ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ യൂഷ്വലി ടൂറിസ്റ്റ്സൊക്കെ കയറുന്ന കണ്ടിട്ടുണ്ട്. നമ്മളും പണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുഡും അതുപോലെ ട്രഡീഷണൽ ഡാൻസ് കാര്യങ്ങൾ എല്ലാം കൂടി 1 hour പിന്നെ ഒരു ട്രാവലിംഗ് ആണ്. പക്ഷെ നല്ല രസമാണ്. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല രസമാണ്. ഇതൊക്കെ അറബ്സ് യൂസ് ചെയ്യുന്ന ഒരു ഗൗൺ ടൈപ്പ്, അതുപോലെ നൈറ്റി, പിന്നെ പശ്മിന ഷോള്, പാൻറ്റ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ഓരോന്നൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, ഓരോന്നൊക്കെ കുറച്ച് റീസണബിൾ ആയിട്ടുള്ള റേറ്റിനും കിട്ടും. ഇതൊക്കെ ഒരുമിച്ച് വെച്ചിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇവിടെ ലൈറ്റ്സിനെ കൊണ്ടുള്ള ഒരു ഷോപ്പ് തന്നെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ്. പിക്ക് എടുക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഈ യൂറോപ്യൻസ് അമേരിക്കൻസൊക്കെ പിന്നെ അവരുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. അപ്പോൾ ഇവർ കുറേ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റേ ഒരു എക്സ്പീരിയൻസ് പറയാൻ അബ്ര അല്ലേ? അബ്ര അത് ഇവിടുന്ന് 1 ദിർഹത്തിന്റെ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലേസിന് അബ്രയിലേക്ക് എത്താം. അവിടെ തിരിച്ചിട്ട് ഒരു ബോട്ട് യാത്ര നല്ല രസമായിരിക്കും. കുട്ടികൾക്ക് ഒരു ചെറിയൊരു കുഞ്ഞി ഒരാൾക്ക് 1 ദിർഹം. നല്ലല്ലേ? പക്ഷെ ഇന്ന് നല്ല കാറ്റുണ്ട്, നല്ല ക്ലൈമറ്റും നല്ലൊരു കാലാവസ്ഥ. ഇതൊക്കെയാ ഇത് പെർഫ്യൂമാ? പെർഫ്യൂം എവിടെ ഉണ്ടെങ്കിലും ആ ഫോൺ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന കാണാം. പൊന്നു ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നത്. ഓക്കെ, ഇതൊക്കെ പഴയ മാർക്കറ്റിൻ്റെ രീതിയിലാണ് പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ കംപ്ലീറ്റ് മോഡേൺ ആണ്. എനിക്ക് സ്മെല്ലൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം കംപ്ലീറ്റ് ഒരു ഊതിൻ്റെ സ്മെല്ലൊക്കെയാണ്. എല്ലാ ടൈപ്പ് ഊതൊന്നും എനിക്കിഷ്ടമല്ല.
അവിടെ കണ്ട അതേ സാധനം. അപ്പോൾ ഈവനിങ് ആയി, ഇരുട്ടായപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായി. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടുത്തെ രാത്രിയത്തെ ഒരു വ്യൂ ഭയങ്കര ഭംഗിയല്ലേ. എന്താ പറയാ, ഒരു നീല അല്ലെങ്കിൽ ഡിം ലൈറ്റ്സ്. ഇതൊക്കെ വൈകുന്നേരം കണ്ട സംഭവങ്ങൾ തന്നെയാ, പക്ഷെ എന്നാലും ലൈറ്റും കൂടെ വരുമ്പോക്ക് എക്സ്ട്രാ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പാർക്കിംഗ് ലോട്ടിലേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ടയർഡായിരുന്നു നടന്നിട്ട്. കാരണം ഈ ലൈറ്റ്സൊക്കെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടൊക്കെ തട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.